ഉണ്ടടിച്ചോണ്ടിരിക്കൂടാൻ അതിന് അവനെ മുമ്പാ നിൽക്കണോ ഏത് മൂട് അത് മൂട് എന്താ ഏത് മൂഡ്? വൈബ് മൂഡ്. അതന്നെ ഇന്ന് നമ്മുടെ തലമുറകൾ 23 24 ചെറുപ്പക്കാരും അതിൽ വയസ്സ് കുറഞ്ഞ ചെറുപ്പക്കാരും എവിടേക്കാണ് പോകുന്നുള്ളത് ഈ യാത്ര? ഒരുപാട് പേര് ലഹരിക്കും മദ്യത്തിനും MDAക്കും അടിമയായി ഇന്ന് കാണുന്ന ഓരോരോ രംഗങ്ങളും നമ്മുടെ കേരളത്തിന്റെ ചുറ്റുപാടുകളിലും നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വല്ലാതൊരു വിഷമം തോന്നുകയാണ്. നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? ചില ആളുകൾ പറഞ്ഞു നമ്മുടെ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്, ലഹരിക്കെതിരെ മുന്നേറുക. ഞാൻ ഒന്ന് പറയാനുള്ളത്, ലഹരിക്കെതിരെ നമ്മൾ മുന്നേറുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ അനിയന്മാരോ നമ്മുടെ ജ്യേഷ്ഠന്മാരോ നമ്മുടെ മക്കളോ എങ്ങനെയാണ് അവർ പുറത്ത് പോകുന്നുള്ളത്, എന്താണ് അവർ പുറത്ത് ചെയ്യുന്നുള്ളത്, എപ്പോഴാണ് അവർ പുറത്ത് ഇറങ്ങിപ്പോകുന്നത്, രാത്രി പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള ചിന്ത നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നാൽ നമ്മുടെ മക്കളെ ഓരോന്നിനും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. അതല്ല നമ്മളെ കേരളത്തിനെ കുറ്റപ്പെടുത്തുന്ന നിയമപാലകരെ കുറ്റപ്പെടുത്തിയതിൽ കൊണ്ട് നമ്മൾക്ക് ഒരു കാര്യമില്ല. ആദ്യം നമ്മൾ സ്വയം നന്നാവണം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ മക്കളും നമ്മുടെ അനിയന്മാരും എങ്ങനെയാണ് പുറത്ത് പോയി അവർ ചെലവഴിക്കുന്നതും സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയം എല്ലാം നമ്മൾ കാൽക്കുലേഷൻ ചെയ്തിട്ട് അവരെ ഉപദേശിച്ച് അവരെ നല്ല രീതിയിൽ കൊണ്ടുവന്നാലേ നമ്മൾക്ക് നമ്മളെ മക്കളെ തിരിച്ചു കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ കെയർ ചെയ്യാണ്ട് നമ്മളെ മക്കൾ അവർക്കൂടെ മറ്റുള്ളവർക്കും അഴിഞ്ഞാടാൻ വിട്ടാലും മറ്റുള്ള സുഹൃത്തുക്കളെ കൊണ്ടം വിട്ടാലും ഇങ്ങനെ സംഭവിക്കും. അതിൽ നമ്മൾ നമ്മളെ കേരളത്തെയോ നമ്മളെ നിയമപാലകരെയോ കുറ്റപ്പെടുത്തി കാര്യമില്ല. എല്ലാവരും ഇന്ന് കുറ്റപ്പെടുത്തുകയാണ് കേരളത്തെയും നിയമപാലകന്മാരെയും. എന്തിൻ്റെ ഇതിലാണ് നമ്മൾ കുറ്റപ്പെടുന്നത്? അതുപോലെ രാഷ്ട്രീയ പാർട്ടികളെയും. നമ്മൾ സ്വയം നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ അനിയന്മാരെ നമ്മുടെ മക്കളെയും നമ്മൾ നന്നാക്കാൻ നോക്കാം. ഈ വീഡിയോ ഫുള്ള് നിങ്ങളൊന്ന് കാണും, എന്നിട്ടായിട്ട് നിങ്ങൾ അതിൻ്റെ അതിതായ അഭിപ്രായം പറഞ്ഞു. ഇതാ ഒരു ചെറുപ്പക്കാരൻ കാട്ടിക്കൂട്ടുന്ന ഓരോരോ കോപ്രായങ്ങൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിൽ വല്ലാതൊരു വിഷമം തോന്നുകയാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്തിട്ട് ഓരോരോ വീട്ടിലേക്കും ഈ വീഡിയോ എത്തിക്കണം. എന്നിട്ട് ആ വീടിൽ നിന്ന് ഓരോരാൾ ആദ്യം നന്നാവണം. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഉണ്ടടിച്ചോണ്ടിരിക്കൂടാൻ അതിന് അവനെ മുമ്പാ നിൽക്കണോ ഏത് മൂട് അത് മൂട് എന്താ എന്താ ചേട്ടനെ ഇടിക്കാൻ നിങ്ങണ്ടാ രണ്ടേയും ഒത്തിരി ആണോ പിന്നെ അതിന് പോവുകയാണ്. ഇന്നത്തെ കേരളത്തിലെ അവസ്ഥ ഇതാണ്. നമ്മൾ എടപ്പള്ളി മെട്രോ സ്റ്റേഷന്റെ താഴെയാണ് നിൽക്കുന്നത്. ഇത്രയും പോലീസുകാരെ വിളിച്ചിട്ടാണ് ഇവര് തന്റെ അടുത്തരം കാണിക്കുന്നത്. അങ്ങനെ വിടരുതിട്ടോ. കർണാടക പോലീസ് ഉണ്ടാക്കണം. പറ്റല്ലേ എന്താ ചോദിക്കാൻ പറ്റല്ലേ? ഉണ്ടടിച്ചോണ്ടിരിക്കൂടാൻ കാര്യം ചോദിച്ചല്ലേ എന്താ കാര്യം വരാൻ പറ്റോ? എന്താ കാര്യം ചേട്ടൻ തന്നെ പറയാമല്ലോ അങ്ങനെ പറ. എന്താ അവന്റെ ഉത്തരവാദിത്തം? എടാ അതാ വെച്ചാ അവനെങ്ങനെ ഉത്തരവാദിത്തം? അതിന് അവനെ മുമ്പാ നിൽക്കണോ? പിന്നെ അതുപോലെ നമ്മളെ ഉണ്ട്
ബോളിവുഡ് അതുകൂട് ആ. എന്താ ഇത് വയ്ക്കാനില്ലേ പിന്നെ ചോദിച്ചാലോ ചോദിച്ചു സൗണ്ട് ഉണ്ടോ അത് ചോദിച്ചു എന്താ എന്താ ചോദിക്കണേ മച്ചാനെ നമ്മളൊന്നും വിടോ അല്ലേ നമ്മളൊന്നും വിടോ നമ്മളെ കുട്ടോ മോത്തനാടി കൂടെ നമ്മളെ മര്യാദ മര്യാദ പിടിച്ചോ മര്യാദ മര്യാദ കളടിച്ചെന്നിരിക്കുന്നേ ആ